പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതയായ സ്വർഗീയ പിതാവാം ദൈവമേ, വേദവിചാരം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ജീവൻ്റെ വചനം ധ്യാനിപ്പാനും ആ വചനം അനുസരിച്ച് ജീവിപ്പാനും ബലഹീനാകുന്ന എന്നെയും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സഹായിക്കണമേ. അങ്ങയുടെ കൃപയും സാന്നിധ്യവും ബലഹീനാകുന്ന അടിയനോട് കൂടെയിരുന്ന് അധരനാവോട് കൂടെയിരുന്ന് വചനം പ്രാഗൽഭ്യത്തോടുകൂടി സംസാരിപ്പാൻ കൃപ തരണമെന്ന് യേശുനാമത്തിൽ വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. സെയിൻറ്റ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 6. നാവ് തീയാകുന്നു, തിന്മയുടെ ഒരു ലോകം തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ജീവിതചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തെ മുഴുവനും ദൈവം സൃഷ്ടിക്കുന്നത് ശബ്ദത്താലാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ശബ്ദത്താൽ ഈ ലോകത്തെ മുഴുവൻ ദൈവം സൃഷ്ടിക്കുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. അപ്പോൾ ആ ശബ്ദമാണ് അവിടെ വെളിച്ചമുണ്ടാകുവാൻ ദൈവം ഉപയോഗിക്കുന്നത്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ കരങ്ങൾ കൊണ്ട്, ശബ്ദം ഉപയോഗിച്ചല്ല, കരങ്ങൾ കൊണ്ട് തൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ശബ്ദത്തിന് വലിയ പ്രാധാന്യം നാം കാണുകയാണ്. അന്ന് ഭൂമിയിലുണ്ടായ ശബ്ദം തുടർന്ന് മനുഷ്യനിലൂടെയും മൃഗങ്ങളിലൂടെയും ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളിലൂടെയും നാം ഇന്ന് കേൾക്കുന്നുണ്ട്. ശബ്ദമുഖരിതമായ ലോകത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ശബ്ദത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്ന് നമുക്കറിയാം. മനുഷ്യൻ്റെ ശബ്ദം വ്യത്യസ്തമാണ്. മൃഗങ്ങളുടെ തന്നെ ശബ്ദം, ഓരോ മൃഗത്തിൻ്റെയും ശബ്ദം വ്യത്യസ്തമാണ്. പറവകളുടെ ശബ്ദങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആ ജീവജാലങ്ങൾ തമ്മിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഓരോന്നും പുറപ്പെടുവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മനുഷ്യൻ്റെ ശബ്ദം അതിന് വലിയ സ്ഥാനമാണുള്ളത്. ശബ്ദം ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ലായിരുന്നുവെങ്കിൽ ആശയവിനിമയം ചെയ്യുവാൻ ഒരിക്കലും സാധ്യമാകുകയില്ല. ഭാര്യ ഭർത്ത കുടുംബജീവിതത്തിൽ പരസ്പരം അവരുടെ സംസാരങ്ങൾ ആണ് അവരെ ആ സ്നേഹബന്ധത്തിൽ ഉറപ്പിക്കുന്നതും അതുപോലെ തന്നെ സ്നേഹബന്ധത്തെ ഉലയ്ക്കുന്നതും. അപ്പോൾ ഈ ശബ്ദത്തിന് വലിയ സ്ഥാനമാണുള്ളത്. ഈ ശബ്ദം പുറപ്പെടുവിക്കുവാൻ ഏറ്റവും ആവശ്യമായ അവയവമാണ് നാവ്. നാവ് മറ്റ് അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. നാവിനെ നമുക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഈ നാവിൽ നിന്ന് വരുന്ന ശബ്ദം അത് 2 തരത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുമെന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാവ് കൊണ്ടുള്ള ശബ്ദം, ആ ശബ്ദം ഒരു മനുഷ്യനെ കൂടുതലായി എൻകറേജ് ചെയ്യുവാനും അതുപോലെ തന്നെ ഡിസ്കറേജ് ചെയ്യുവാനും സാധ്യമാകും. അപ്പോൾ ഈ നാവിനെക്കുറിച്ചാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ പ്രതിപാദിക്കുന്നത്. നാവ് തീയാകുന്നു, തിന്മയുടെ ഒരു ലോകം തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. അപ്പോൾ ശരീരത്തെ മുഴുവൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ പൂർണ്ണമായും മലിനമാക്കുവാൻ അവൻ്റെ നാവാകുന്ന അവയവത്തിലൂടെ പുറപ്പെടുന്ന ശബ്ദത്തിന് സാധ്യമാകുമെന്ന് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഒരു ദിവസം സംസാരിക്കുന്ന വാക്കുകൾ എത്രയധികമാണെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. പ്രഭാതം മുതൽ നാം കിടക്കുന്നതുവരെ ശബ്ദങ്ങൾ നാം പുറപ്പെടുവിക്കാറുണ്ട്. സംസാരങ്ങൾ
നമ്മുടെ നാവിലൂടെ പുറപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ശബ്ദം എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കും, മറ്റുള്ളവർക്ക് ഗുണമാണോ നന്മയായിട്ടാണോ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഈ നാവിൻ്റെ ഈ അവയവത്തിൻ്റേതാകുന്ന അവസ്ഥയെക്കുറിച്ച് ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 8-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നാവിനെയോ ഒരു മനുഷ്യനും മെരുക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷമാണ്, മാരകമായ വിഷം നിറഞ്ഞതാണ്. വെറും വിഷമല്ല, മാരകമായ വിഷം നമുക്കറിയാം, അത് ജീവൻ നശിപ്പിക്കും. അപ്പോൾ അതിന് തുല്യമായിട്ട് നാവിൽ നിന്ന് വരുന്ന ശബ്ദം അത്രയധികം സ്വാധീനം ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ നാവ് കൊണ്ട് നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുന്നു. ഒരേ നാവിൽ നിന്ന് തന്നെ ദൈവത്തെ സ്തുതിക്കുവാനും മനുഷ്യനെ ശപിക്കുവാനും കഴിയും എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 10-ാമത്തെ വാക്യം: ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. അപ്പോൾ ഈ നാവ് നാം എപ്രകാരം ഉപയോഗിക്കണം? നാം ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് കൂടി ചിന്തിച്ചിട്ട് സംസാരിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിത്തീരുന്നത്. മറിച്ച് നാം പെട്ടെന്നുള്ള വികാരത്താൽ വരുന്ന ശബ്ദം പലപ്പോഴും മറ്റുള്ളവരെ ദുഃഖത്തിലേക്കും പ്രയാസത്തിലേക്കും നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഓർപ്പിക്കുകയാണ്. യുദ്ധങ്ങൾ പോലും ഉണ്ടാകുവാൻ ഈ നാവിൽ നിന്നുള്ള ശബ്ദത്തിന് സാധ്യമാകും എന്ന് നമുക്കറിയാം. രാജാക്കന്മാർ തമ്മിൽ അവരുടെ ശത്രുത ഉണ്ടാകുന്നത് നാവിൽ നിന്നുള്ള ശബ്ദം, അത് വൈരാഗ്യമായി വളർന്ന് വെല്ലുവിളികളായി മാറി യുദ്ധങ്ങളിലേക്ക് പോലും അത് തിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാം ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വലിയ വലിയ കോൺഫറൻസുകളിലും മീറ്റിങ്ങുകളിലും പരസ്പരമുള്ള സംസാരങ്ങൾ അത് വിദ്വേഷമായി വളർന്ന് അത് പിന്നീട് യുദ്ധത്തിൽ കലാശിക്കുന്ന സാഹചര്യങ്ങൾ പോലെ ഉണ്ടാകും. അപ്പോൾ ഈ നാവിൽ നിന്ന് വരുന്ന ശബ്ദം നാം എപ്രകാരം അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സദൃശ്യവാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, സദൃശ്യവാക്യം 18-ാം അധ്യായം 21-ാമത്തെ തിരുവചനം നാം വായിക്കുകയാണ്: മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലുണ്ട്, അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം ഭക്ഷിക്കും. മരണവും ജീവനും, രണ്ട് കാര്യവും നാവിൻ്റെ അധികാരത്തിൽ ഉണ്ട്. അപ്പോൾ ഈ ലോക ജീവിതത്തിന് ശേഷം നാം എവിടെ ആയിരിക്കണം അല്ലെങ്കിൽ എവിടെ ആയിത്തീരും എന്നുള്ളതിന് ഒരു വലിയ സ്ഥാനം നാവിനുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ അതിന് നമ്മെ തന്നെ നാം വിധിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർക്കും എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ 12-ാം അധ്യായം 36-ഉം 37-ഉം തിരുവചനത്തിൽ നാം വായിക്കുകയാണ്: എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇത് മറ്റാരുമല്ല, കർത്താവ് പറയുകയാണ്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും. അപ്പോൾ നാം ഒരുപക്ഷെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ടായിരിക്കുകയില്ല ആ വിഷയം സംസാരിക്കുന്നത്. ഇവിടെ പറയുകയാണ് നിസ്സാര വാക്ക്, ആ നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ന്യായവിധി ദിവസത്തിൽ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത്. ഓരോ വാക്കുകളും, നിസ്സാരമെന്ന് നാം കരുതുന്ന വാക്കുകൾക്ക് പോലും ദൈവം അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നീ നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും. അപ്പോൾ നമ്മുടെ സംസാരങ്ങൾ നമ്മെ തന്നെ കുറ്റം വിധിക്കുന്ന സാഹചര്യമാണ് നമുക്കിവിടെ വായിക്കുവാൻ തൊക്കെ കഴിയുന്നത്. അപ്പോൾ ഓരോ വാക്കും നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുമ്പോൾ
അതെപ്രകാരമായിരിക്കണം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഫലം, പ്രയോജനം ഉള്ളതായിത്തീരണമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഉപ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഉപ്പ്, ഏത് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഉപ്പ് ആവശ്യമാണ്. അതിൻ്റെ ചെറിയൊരളവ് ഉപ്പ് മാത്രമേ അതിനാവശ്യമായിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഉപ്പ് ജീർണതയെ ഇല്ലാതാക്കുന്നു. ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ ജീർണിച്ചു പോകാതെ സംരക്ഷിക്കപ്പെടുകയാണ്. ഉപ്പിന് വലിയ സ്ഥാനം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. തിരുവചനം അത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകണം. ഉപ്പ് കൂടി പോയാലും പ്രയാസമാണ്. അപ്പോൾ രുചി വരുത്തണമെങ്കിൽ അതിനാവശ്യമാകുന്ന അളവിൽ വേണം ഉപ്പ് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മുടെ വാക്കുകൾ ആവശ്യമാകുന്ന തരത്തിൽ മാത്രമേ നാം ഉപയോഗിക്കാവുള്ളൂ. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അത് കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. കാരണം കൂടുതൽ വാക്കുകൾ നമ്മളിൽ നിന്ന് വരുമ്പോൾ ഓരോ വാക്കിനും നമ്മെ തന്നെ നാം ന്യായം വിധിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, നീ നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകൾ അധികമായിട്ടുള്ള സംസാരം, അല്ലെങ്കിൽ അധിക പ്രസംഗം എന്നൊക്കെ നാം ഒരുപക്ഷെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ അത് നമ്മെ തന്നെ ന്യായം വിധിക്കുന്ന, കുറ്റം വിധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ആണ് ചരിക്കുന്നത് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-30 തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീയ അഭിവൃദ്ധിക്കുതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആത്മീയ ജീവിതത്തിൽ വലിയ സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നൽകേണ്ട കാര്യമാണ്. നാം നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് നമ്മുടെ അപേക്ഷകൾ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതേ നാവ് മറ്റുള്ളവരെ ശപിക്കുന്ന, ദുഷിക്കുന്ന, മറ്റുള്ളവരുടെ അസൂയ മൂലമുള്ള മറ്റുള്ളവരോട് ഏഷണി പറയുന്ന ഒരു പ്രവണത നമുക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കോണം ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. മറ്റുള്ളവർക്ക് ഭാരപ്പെടുത്തുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരെ കൊല്ലുന്ന വാക്കുകൾ. ഒരുപക്ഷെ നാം കൊല എന്ന് പറയുമ്പോൾ കത്തി കൊണ്ട് അല്ലെങ്കിൽ തോക്ക് കൊണ്ടൊക്കെയും കൊല്ലുന്നു, എന്നാൽ നാവ് കൊണ്ട് മനുഷ്യനെ കൊല്ലുവാൻ തരും, അവനെ മുറിപ്പെടുത്തുവാൻ കഴിയും. നമ്മുടെ വാക്കുകൾ അപ്രകാരമുള്ളതാകരുത് എന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശബ്ദം, നമ്മുടെ നാവ് ഒരാത്മീയ ജീവിതത്തിൽ ഏറ്റവും അധികം അതിന് സ്ഥാനം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ വാക്കുകൾ എപ്പോഴും നാം വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കുക, ദൈവം നമുക്ക് ഒരു നാവും 2 ചെവിയുമാണ് തന്നത്. അപ്പോൾ കേൾക്കുവാൻ നമുക്ക് വേഗതയും സംസാരിപ്പാൻ സാവകാശവും ഉണ്ടാകണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 ചെവി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനാണ്. സംസാരം കുറച്ച് കൂടുതൽ കേൾക്കുവാൻ. കേൾക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ കേൾക്കുവാൻ നമുക്ക് കഴിയണം. നാവ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് നയിക്കുന്ന, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നാം ഓർക്കാത്തതും ചിന്തിക്കാത്തതുമായ കാര്യമാണ്. പെട്ടെന്നുള്ള വികാരത്തിൽ നാം ദേഷ്യപ്പെട്ട് നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്താറുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നാം ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ അല്പസമയം മൗനമായി ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും സാവകാശം ആ വിഷയത്തിൽ പ്രതികരിക്കുവാനും കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അത് കുടുംബജീവിതത്തിലായിരുന്നാലും ആത്മീയ ജീവിതത്തിലായിരുന്നാലും
സാമൂഹ്യ ജീവിതത്തിലായിരുന്നാലും അത് മുഖാന്തരം ഒരുക്കപ്പെടും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ആശയവിനിമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതും ഉലയ്ക്കുന്നതും വാക്കുകളിലൂടെയാണ്. അപ്പോൾ ആശയവിനിമയം അത് കൃപയോടുകൂടി ആയിരിക്കാൻ കൊണ്ട് കാണും. ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ ഭാര്യയും ഉടനെ അതുപോലെ തന്നെ പ്രതികരിച്ചാൽ അവിടെ പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടും. മറിച്ച് ആ സാഹചര്യങ്ങളെ ഒന്ന് തണുപ്പിക്കുവാൻ ഒരല്പസമയമെടുത്ത് അത് സാവകാശം അതിന് മറുപടി പറയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും അതിന് വലിയ മാറ്റങ്ങളുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ ശിഥിലപ്പെട്ടു പോകുന്ന ഒരു കാലയളവിൽ നാം ജീവിക്കുന്നതിൻ്റെ പ്രധാന കാരണം നാവിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദമാണ്. എല്ലാ മനുഷ്യരും നന്മയാണ് ആഗ്രഹിക്കുന്നത്, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് ഉള്ള പ്രതികരണങ്ങളാണ് കുടുംബജീവിതത്തെ പോലും തകർക്കുന്നത്, ഭാര്യാഭർത്തൃ ബന്ധത്തെ തകർക്കുന്നത്, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ തകർക്കുന്ന അത് വായിൽ നിന്ന് വരുന്ന ശബ്ദമാണ്, നാവ് പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ദാവീദ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ദാവീദിൻ്റെ സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ 19-ാം സങ്കീർത്തനം 14-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായി നാം ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന ആ വാക്ക് അല്ലെങ്കിൽ ആ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്നാണ് ദാവീദ് അവിടെ സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അപ്രകാരം ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അധരനാവ് ദൈവത്തിന് പ്രസാദകരമായിത്തീരുന്ന സംസാരങ്ങൾ പുറപ്പെടുവിക്കുന്നതായി തീരുവാൻ തക്കോണം പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ തക്കോണം കഴിയണം. അവിടെയാണ് ദൈവകൃപയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കുവാനും ദൈവകൃപയിൽ വളരുവാനും കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കുക. മാത്രമല്ല 141-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദാവീദ് മറ്റൊരു കാര്യം നമ്മെ പഠിക്കുവാൻ തക്കോണം പ്രാർത്ഥിക്കുന്നുണ്ട്. 141-ാം സങ്കീർത്തനം 3-ാമത്തെ തിരുവചനം: യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽക്കാരനെ നിർത്തണമേ, എൻ്റെ അധര കവാടം സംരക്ഷിക്കണമേ. അപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽക്കാരനെ നിർത്തണമേ. ഞാൻ അറിയാതെ പോലും എൻ്റെ വായിൽ നിന്ന് പുറപ്പെടാതിരിക്കുവാൻ, അതിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഒരു കാവൽക്കാരനെ നിർത്തണമേ, എൻ്റെ അധര കവാടം സംരക്ഷിക്കണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ നാവുകൾ ദൈവകൃപയിൽ വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടട്ടെ. കാരണം ദാവീദ് പറയുവാൻ കാരണം യാക്കോബ് ശ്ലീഹ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം നാവ് തീയാകുന്നു, തിന്മയുടെ ഒരു ലോകം തന്നെ. മാത്രമല്ല താഴോട്ട് വരുമ്പോൾ നാം വായിക്കുകയാണ്, ഒരേ നാവിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമില്ല. അപ്പോൾ ദാവീദ് ഇത് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തുവാനും ആ ബന്ധത്തിൽ വളരുവാനും ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ദാവീദ്. ദൈവത്തിൻ്റെ മനസ്സ് പ്രാപിച്ചവനാണ് ദാവീദ്. ആ ദാവീദിന് പറയുകയാണ്, അധര കവാടത്തിൻ്റെ ഒരു കാവൽക്കാരനെ നിർത്തണമേ. ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന ദാവീദ് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാകട്ടെ. ദൈവകൃപയിൽ വളരുവാൻ, ദൈവകൃപയിൽ മുമ്പോട്ട് പോകുവാൻ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധം ദൃഢമായി തീരുവാൻ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം, നാവിൽ നിന്ന് വരുന്ന ശബ്ദം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരെ ഉത്സാഹിപ്പിക്കുന്നതും അവരെ ദൈവകൃപയിൽ നയിക്കുന്ന അതുമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കറിയാം, ഒരു ശിശു ജനിക്കുമ്പോൾ ആ ശിശു സംസാരം തുടങ്ങുമ്പോൾ എപ്പോഴും നിർമ്മലമായ കളങ്കമില്ലാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ അപ്രകാരമാണ് ആ ഒരു ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ വളർച്ച പ്രാപിക്കും തോറും ചുറ്റുപാടുമുള്ള
സ്വാധീനം, അത് സുഹൃത്തുക്കളിലൂടെയാകാം, മറ്റ് പല തരങ്ങളിലാകാം, സ്വാധീനിച്ച് നമ്മുടെ ശബ്ദത്തിന് വലിയ മാറ്റങ്ങളുണ്ടാകാം. എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ തന്നെ നല്ലതും ചീത്തയും പറയുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കപ്പെടുകയാണ്. അതുകൊണ്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൻ്റെ 11 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശു സഹജമായ കാര്യങ്ങൾ ത്യജിച്ച് കളഞ്ഞു. അപ്പോൾ ഒരു ശിശു ആയിരുന്ന സാഹചര്യത്തിൽ ആ ശിശുവിനെ പോലെ സംസാരിച്ചു. എന്നാൽ വളർച്ച പ്രാപിക്കും തോറും, പക്വത പ്രാപിക്കും തോറും, ജ്ഞാനം പ്രാപിക്കും തോറും മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം എപ്രകാരമായിരിക്കണമെന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശു സഹജമായ കാര്യങ്ങൾ ത്യജിച്ചു കളഞ്ഞു. അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെപ്പോലെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അവരുടെ ഒരു ടോയ് മറ്റൊരു കുഞ്ഞ് എടുത്താൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങുകയും ചെയ്യും. എന്നാൽ നാം അത് പക്വത പ്രാപിക്കും തോറും, നാം ജ്ഞാനം പ്രാപിക്കും തോറും അതിൽ നിന്ന് വ്യത്യാസമുണ്ടാകും. ഇന്നും പക്ഷേ പക്വത പ്രാപിച്ച അല്ലെങ്കിൽ പുരുഷനായി തീരുമ്പോൾ അല്ലെങ്കിൽ പ്രായം എത്തിക്കഴിയുമ്പോഴും ഈ ശിശുക്കളെ പോലെ ഇടപെടുന്ന സാഹചര്യങ്ങളാണോ നമുക്കുള്ളതെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ഭംഗം വരുമ്പോഴേക്കും നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആത്മീയ ജീവിതത്തിൽ. നാം എപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതത്തെ മുമ്പോട്ട് നയിക്കണം എന്ന് ഒക്കെയുമാണ് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം ഗിരിപ്രഭാഷണത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 7 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ വിധി ഉണ്ടാകുന്നത് നാവിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. നാം മറ്റുള്ളവരെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ നാം അത് വിധിക്കുകയാണ്. അവൻ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ തെറ്റാണ്, അവനെന്താണ് യോഗ്യത, അല്ലെങ്കിൽ അവന് പറയാനുള്ള അധികാരം എന്താണ്, ആരാണ് അവന് അധികാരം നൽകിയത്, ഇങ്ങനെയുള്ള സംസാരങ്ങൾ നാം ചെയ്യുമ്പോൾ നാം മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്. അപ്പോൾ ആ വിധി എന്നുള്ളത്, ആ അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടില്ല, ദൂതന്മാർക്ക് പോലും നൽകിയിട്ടില്ല എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. യൂദായുടെ പുസ്തകത്തിൽ വ്യക്തമായ സൂചനകൾ അതിനെക്കുറിച്ച് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, മോശയുടെ ആത്മാവിന് വേണ്ടി വാദിക്കുമ്പോൾ, പിശാച് വാദിക്കുമ്പോൾ അവനെ ഫൽസിക്കാതെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വിധി എന്നുള്ളത് കർത്താവിൻ്റെ 2ാം വരവിൽ കർത്താവ് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ നാം എത്രയധികം മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്. ആ മനുഷ്യൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ, അവൻ്റെ നടപ്പ്, അവൻ്റെ ഇരിപ്പ്, അവൻ്റെ സംസാരം, അവൻ്റെ പ്രവൃത്തി എന്നൊക്കെയും പറഞ്ഞ് നാം പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്നുണ്ട്. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാം മറ്റുള്ളവരെ വിധിക്കുന്നത്? നാം പരിശുദ്ധരാണ്, നാം പൂർണ്ണതയുള്ളവരാണ്, നമുക്കൊരു കുറവുമില്ല എന്നുള്ളൊരു ചിന്ത നമ്മളിൽ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ ബലഹീനതകളും കുറവുകളും കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നത്. മറ്റുള്ളവരിലുള്ള മേന്മ നമുക്ക് കാണുവാൻ പലപ്പോഴും കഴിയാറില്ല. മറ്റുള്ളവരിലുള്ള ഗുണങ്ങൾ, അവരുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യുവാൻ, അതിനെ എടുത്തുവാണ്, അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന്. അപ്പോൾ നാം ഈ പറയുന്ന വാക്കുകളാൽ നാം വിധിക്കപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ നാവുകൾ എപ്രകാരം ഉപയുക്തമാക്കണമെന്നും അതെങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയുള്ള വാക്കുകളാണ് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടതെന്നും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ ഒരിക്കൽ കൂടി നാം തിരുവചനം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, നമ്മുടെ വാക്കുകൾ എപ്രകാരമുള്ളതായിരിക്കണം. കാരണം നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നാവ് തീയാകുന്നു, തിന്മയുടെ ഒരു ലോകം തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ജീവിതചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട അവയവമാണ് നാവ്.
ആ നാവ് മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് നയിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറവിൽ ജീവിക്കുവാനും നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.